ഇന്ന് നമ്മൾ രുധിരം എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ടീസർ റിയാക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപർണ ബാലമുരളിയും രാജ്ബി ഷെട്ടിയും അഭിനയിക്കുന്ന സിനിമയാണ്. ഡയറക്ടർ ആക്ച്വലി ഫസ്റ്റ് പടമാണ് ഡയറക്ടറുടെ. സോ നമുക്ക് നല്ല ആക്ടേഴ്സിനെ വെച്ചിട്ട് ആക്ച്വലി നമ്മൾ ടീസർ കണ്ടപ്പോൾ ടീസറിൽ നമ്മൾ 2 ആക്ടേഴ്സിനെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ട്രെയിലർ കണ്ടു നോക്കാം എന്താണ് സിനിമയെപ്പറ്റി, സിനിമയിൽ നിന്ന് നമുക്ക് ഇനി എന്ത് ഐഡിയ കിട്ടുന്നത്. ഡയറക്ടറാണ്. ടീച്ചറിന് പ്രത്യേകിച്ച് ഐഡിയ കിട്ടിയില്ലായിരുന്നു. അതെ, ടീച്ചറിൽ നമുക്ക് പ്രത്യേകിച്ച് ഐഡിയ ഇല്ല. കുറച്ച് റാൻഡം കുറേ ഷോർട്സ് വെച്ചിട്ട് ഒരു ത്രില്ലർ വൈബാണെന്ന് മനസ്സിലായി. ട്രെയിലർ കണ്ടു നോക്കുമ്പോൾ ഐഡിയ കിട്ടും. ട്രെയിലർ കാണാം. പോട്. പുള്ളി എന്തോ പറയുന്നത്, മലയാളമാണോ തമിഴാണോ? മലയാളം. നല്ല ഷോട്ട് അല്ലേ? എന്റെ ആൾ 8 മാസം മുമ്പ് കൂപ്പിൽ മരം വീണാ മരിച്ചു. അതിന്റെ വല്ലതാണോ സാറേ? ഇവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോ എന്തൊരു വയലന്റ് ആയ ആളായിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. Slowly move to the left side. Slowly move your neck to the left side. ജിഷോൻ ആന്റണി പുള്ളിയാണോ? അതല്ലേ സജ്ജാദ് കക്കു DOP. നല്ല വെൽ ഷോട്ട്. അതെ അതെ. ലുക്ക് വൈസ് ഭയങ്കര രസമുണ്ട്. കുറേ ക്ലോസപ്സും മറ്റേ ഓൺ ഡിവൈസ് ക്യാമറ ഇല്ലേ, അതിൽ തന്നെ മൗണ്ട് ചെയ്തുള്ള ക്യാമറ ഷോട്ട്സും. ഇത് മറ്റേ എഡിറ്റിങ്ങും ഭയങ്കര രസമുണ്ട്. ഇതിൻ്റെ ട്രെയിലർ കട്ട് ഭയങ്കര സ്ലോലി മൂവ് ടു ദ ലെഫ്റ്റ് സൈഡ്. ആക്ച്വലി ഇത് നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിട്ടുതരാതെ ഒരു സർവൈവൽ ത്രില്ലറാണ് എന്നത് മാത്രം നമുക്ക് തന്നുകൊണ്ട് ഇതെന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ, ഇപ്പോൾ ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളൊരു ഐഡിയ പോലും നമുക്കില്ല. ഇവൻ്റെ നൈറ്റ് ശ്യാമളുടെ പടങ്ങളുമായിട്ട് ഒരു സാമ്യം തോന്നി, മറ്റേ സ്പ്ലിറ്റ് ഗ്ലാസ് ഒക്കെ. ഓഹോ, എനിക്ക് ആക്ച്വലി തോന്നിയൊരു ഐഡിയ ഇത് ഒന്നുകിൽ മേ ബി ചിലപ്പോൾ ഇവളെ ഈ പറഞ്ഞ പോലെ ഒരു മുറി, നമ്മുടെ റൂം എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്, കണ്ടുണ്ടോ? ബ്രെയിൽ ആർട്സിൻ്റെ അവാർഡ് കിട്ടിയ പടം. അപ്പോൾ ആക്ച്വലി ഒരു റൂമിനകത്ത് ഇവിടെ അടച്ചിട്ടിരിക്കുക. ഇവർക്ക് പുറത്ത് ലോകമൊരു ബന്ധമില്ല. അപ്പോൾ അതിനകത്തൊന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പോൾ ഇയാളെ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇയാളൊരു ഡോക്ടറോ അങ്ങനെ എന്തോ ഒരു ഇതാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയല്ലേ പുള്ളിയെ കാണിച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പുള്ളിയെക്കുറിച്ചാണോ പറഞ്ഞത്? എന്തോ അസുഖം കഴിഞ്ഞിട്ട് അതറിയത്തില്ല പുള്ളിയെക്കുറിച്ചാണോ? അതെ അതെ. ഇപ്പോൾ പെർഫെക്റ്റ്ലി നോർമലാണെന്ന് പറഞ്ഞത് ആരെ പറ്റിയാണോ നമുക്കറിയത്തില്ല. മീൻസ് ലൈക്ക് അപ്പോൾ അതിലൊക്കെ ഒരു ഹിൻ്റ് ഉണ്ടല്ലോ. സോ ഒരാൾക്ക് കുറച്ച് സൈക്കിക് ആയിട്ടുള്ള റെഡിയായി കഴിഞ്ഞ് വന്നിട്ട് അന്യന്റെ സെക്കൻഡ് ഒരാൾ കുറച്ച് സൈക്കിക് ആണ്, ഇവിടെ ഒരാൾ ട്രാപ്ഡ് ആണ്. ഇവർ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ എന്തോ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ബേസിക് ഒരു ഐഡിയ കൊടുക്കുന്ന പോലത്തെ ഒരു സംഭവം. അത് കൊള്ളാം. ട്രെയിലർ ടീസർ പോലെ തന്നെ ട്രെയിലറിൽ നിന്നും വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ
ആരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് അപ്പുറത്തേക്ക് ആരെന്ന് പറയാത്ത. ഇപ്പൊ എഡിറ്റിങ്ങിലൂടെ നമുക്ക് ഇവർ ആരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണെന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് എന്താണ് പരിപാടി എന്ന് കണ്ടു നോക്കാൻ ഒരു ഇൻട്രസ്റ്റ് തരുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. മ്യൂസിക്കും രസമുണ്ട്, കുറച്ച് പുതിയ കുറച്ച് ആൾക്കാരാണ് മൊത്തം. അതിന്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അതെ, ഇതിന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ മുതൽ ഒരു പോസ്റ്റർ ഡിസൈനിങ്ങിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. റെഡ് യെല്ലോ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന രീതിയിലുള്ള സാറിന് ഇങ്ങനത്തെ ഇത്രയും ബോൾഡായിട്ട് പോസ്റ്റേഴ്സ് നമ്മൾ മലയാളത്തിൽ അടിക്കാറില്ല. അതെ, ഇപ്പോൾ ഇതിൻ്റെ തംബ്നെയിൽ ഉൾപ്പെടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ റെഡും യെല്ലോയും നല്ല ആ കോമ്പിനേഷനിൽ ഇവർ പോസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നേരത്തെ ടീസർ കണ്ടപ്പോൾ ചേട്ടൻ ചോദിച്ചില്ല ബീ കീപ്പറിലെ ഇതാണെന്ന്. സോ അങ്ങനത്തെ ഒരു പോസ്റ്റർ ലുക്കിലൊക്കെ അങ്ങനെയായിരുന്നു. ആ ബീ കീപ്പർ ഉപയോഗിക്കുന്ന ആ ഒരു വേഷം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആ സാധനം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. രുധിരത്തിന്റെ അർത്ഥം നമ്മൾ തപ്പി. ബ്ലഡ് രാജ്ബി ഷെട്ടിക്ക് ബെറ്റർ ഒരു റോൾ ബെറ്ററുള്ളൊരു മലയാളത്തിലെ 3ാമത്തെ സിനിമയാണ് പുള്ളിയുടെ. അപ്പോൾ അതിൻ്റെ ഒരു ബെറ്റർ ഔട്ട്പുട്ട് കിട്ടട്ടെ. പുള്ളി മെയിൻ ലീഡായിട്ടുള്ള ഫസ്റ്റ്